ഈ വിഷയത്തിൽ ന്യൂസ് പ്ലസിൽ ആദ്യ അതിഥിയായി എത്തുന്നത് ജിജി ജോസഫാണ്. ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ, BJP നേതാവ്. വളരെ സ്വാഗതം ജിജി ജോസഫ് ന്യൂസ് പ്ലസിൽ അതിഥിയായി എത്തിയതിന്. ആദ്യത്തെ ചോദ്യം നേരിട്ടുള്ള ചോദ്യമാണ്. ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണ് ഇതെന്ന് വ്യാപകമായ വിമർശനം പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്നു. BJPയുടെ മുസ്ലിം വിരുദ്ധ നയമല്ലേ ഇതിലൂടെ വ്യക്തമായിരിക്കുന്നത്? ഇത് കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികളും പ്രധാനമായി ഇന്ത്യയിൽ പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള കോൺഗ്രസും കൊണ്ടുവരുന്നൊരു നറേറ്റീവ് മാത്രമാണ്. അവർ ഇതിനു മുമ്പെല്ലാം ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. സഭയിൽ അമിത്ഷാജി കൃത്യമായി മറുപടി കൊടുത്തിരിക്കുന്നു. അതായത് ഈ വഖഫ് ബില്ല് വരുന്ന സമയത്ത് ഏതാണ്ട് 12,000 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് ഒരു വഖഫിൻ്റെ അധീനതയിൽപ്പെട്ട സ്ഥലം 5 സ്റ്റാർ ഹോട്ടലിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ഇതുപോലെയുള്ള കൊള്ളകൾ നടക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് വഖഫ് ബില്ല് കൊണ്ടുവന്നതെന്നും അദ്ദേഹം മറുപടി കൊടുത്തു കഴിഞ്ഞു. മറ്റൊരു കാര്യം, ഇതുപോലെ CAA വരുന്ന സമയത്തും നിർത്തലാക്കുന്ന സമയത്തുമെല്ലാം ഇത് തന്നെയാണ് കോൺഗ്രസിനെ പോലുള്ള കക്ഷികളും ഇടതുപക്ഷ കക്ഷികളും ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇത് ജനങ്ങളെ ഭീതിപ്പെടുത്തി കൂടെ നിർത്തുന്നതിന് വേണ്ടി മാത്രം നടത്തുന്ന ഒരു നാടകം മാത്രമാണ്. അങ്ങനെയാണ് ജിജി ജോസഫ്. നേരിട്ടൊരു ചോദ്യമാണ്. മുനമ്പമാണല്ലോ ഇപ്പോൾ പ്രധാനമായി ഇവിടെ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ കിരൺ റിജിജു ബിൽ അവതരണ വേളയിൽ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയത്. മുനമ്പമല്ലാതെ ഈ വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ BJPക്ക് ചൂണ്ടിക്കാണിക്കാൻ മറ്റേതെങ്കിലും ഉദാഹരണമുണ്ടോ? അല്ല, ധാരാളം ഉദാഹരണം ഉണ്ടല്ലോ. എന്തിനേറെ പറയുന്നു, കുംഭമേള നടന്ന സ്ഥലം അത് വഖഫിൻ്റേതാണെന്ന് പറയുന്നു. ഇന്ത്യൻ പാർലമെന്റ് ഇരിക്കുന്ന സ്ഥലം വഖഫിൻ്റേതാണെന്ന് പറഞ്ഞു. തിരുച്ചെന്തൂർ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ 1200 വർഷം പഴക്കമുള്ള അന്തരീക്ഷത്തിലുള്ള ആരോപണങ്ങളല്ലേ ജിജി ജോസഫ്? അതുപോലെ ധാരാളം സ്ഥലങ്ങൾ. അല്ല, അതെല്ലാം അന്തരീക്ഷത്തിലുള്ള കാര്യങ്ങൾ മാത്രമല്ലേ, അല്ലാതെ ഇന്ത്യൻ പാർലമെന്റ് വഖഫ് സ്വത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് ബോർഡ് ക്ലെയിം ചെയ്യുകയും ചെയ്തിട്ടില്ലല്ലോ. അന്തരീക്ഷമാവുന്ന എങ്ങനെയാ? വഖഫിന്റെ നോട്ടീസ് ചെന്നതാണ്. നിങ്ങൾ അന്തരീക്ഷത്തിലാക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കാതെ ഇത് അന്തരീക്ഷത്തിലാണെന്ന് പറയുന്നതുകൊണ്ടാണ് കുഴപ്പം. ഇത് ധാരാളം ഇന്ന് തന്നെ പാർലമെന്റിലെ പ്രസംഗത്തിൽ ഇതുപോലുള്ള ധാരാളം സ്ഥലം പറയുന്നുണ്ട്. പ്രയാഗ് രാജിലുള്ള പാർക്ക്, മഹാരാഷ്ട്രയിലെ ഒരു ക്ഷേത്രവും 12 ഏക്കറും, അതുപോലെ അനുരാഗ് സിംഗ് താക്കൂറിന് ലോക്സഭയിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളിൽ ഒന്ന് ഈ UPA സർക്കാരായിരുന്നെങ്കിൽ ഇപ്പോൾ പാർലമെന്റ് വഖഫ് ബോർഡിന് പോയിരുന്നു എന്നാണ്. അതൊരു രാഷ്ട്രീയ ആരോപണം മാത്രമല്ലേ? അല്ല, രാഷ്ട്രീയ ആരോപണം മാത്രമല്ല. UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിലുള്ള ഈ സെക്ഷൻ 40 പോലത്തുള്ള നിയമം കൊണ്ടുവന്നത് എന്തൊരു ഭയാനകമായ ഒരു നിയമമാണിത്. എങ്ങനെയാണ് അങ്ങനത്തെ ഒരു നിയമം ഇന്ത്യ പോലൊരു രാജ്യത്ത് കൊണ്ടുവരിക? സുപ്രീം കോടതിയിൽ, ഹൈക്കോടതി, ഇതൊന്നുമില്ല. ഈ വഖഫിൻ്റെ ട്രിബ്യൂണലാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. പിന്നെ അവിടെ തീരുമാനിച്ചാൽ അത് തീർപ്പാണ് എന്നൊക്കെ പറയും. പിന്നീട് അതിനെ ചൊല്ലി കോടതിയെ കയറി നടക്കുക, ഇതിന് അധികാരം കളക്ടർക്ക് കൊടുക്കുന്നതിന് അതിന് വിമർശനം. എന്തിനാണ് ഇവർക്ക് വിമർശനം ഇല്ലാത്തത്? എല്ലാ കാര്യത്തിനും ഇവർക്ക് വിമർശനമാണ്. ഇവർക്ക് എല്ലാത്തിനും ആളുകളെ ഭയപ്പെടുത്തി കൂടെ നിർത്തുക എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയുടെ പരിപാടി. അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. അല്ല, ഇപ്പോൾ ഇന്ന് അനുരാഗ് സിംഗ് താക്കൂർ തന്നെ പറഞ്ഞ ഒരു കാര്യം, ഞാൻ ആ ബൈറ്റ് കേട്ടതാണ്. ഇത് പാകിസ്ഥാനോ താലിബാനോ ഒന്നും അല്ല ഇത്തരമൊരു നിയമം ഇന്ത്യയിൽ നടപ്പാക്കാൻ, ഇത് ഇന്ത്യയാണ് എന്നുള്ളതാണ്. വഖഫ് എന്ന് പറയുന്നത് നിയമപരമായി ഈ രാജ്യത്ത് നിലനിന്നിരുന്ന വളരെ കാര്യമായി മുസ്ലിം സഹോദരങ്ങൾ അവരുടെ സ്വത്ത് സ്വന്തം വിധേന ദാനം ചെയ്യുന്ന ഒരു സാമ്പ്രദായികമായിട്ടുള്ള രീതിയാണ്. അതിന് കൃത്യമായി നിയന്ത്രിക്കാനാണ് വഖഫ് ബോർഡ് ഉണ്ടാക്കി വെച്ചിരുന്നത്. അപ്പോൾ ഇന്ത്യയാണ് പാകിസ്ഥാനല്ല താലിബാനാണ് എന്ന് പറയുന്നതിലൂടെ രാജ്യത്തെ മുഴുവൻ ന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ മുസ്ലിം സഹോദരങ്ങളെ എല്ലാം പാകിസ്ഥാന്റെ തൊഴുത്തിൽ എന്തുകൊണ്ടാണ് BJP കൊണ്ടുപോയി കെട്ടുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? പാകിസ്ഥാൻ്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടിയതല്ല, അഫ്ഗാനിസ്ഥാൻ്റെ തൊഴുത്തിലും കെട്ടിയതല്ല. പകരം ഒരു കാടൻ നിയമം ഇവിടെ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമുള്ള പോലെ കാടൻ നിയമങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഇന്ത്യയിൽ എല്ലാ ജനവിഭാഗങ്ങളും ജീവിക്കുന്ന, വളരെ സൗഹാർദ്ദപരമായി ജീവിക്കുന്ന അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് സർക്കാരിൻ്റെ ആവശ്യം. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഒരാൾ വഖഫ് ബൈ യൂസ്
ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് ഇത് വഖഫാകുക, ഒരാൾ വാക്കാൽ പറഞ്ഞാൽ വഖഫാകുക, അല്ലെങ്കിൽ ഇങ്ങനെ ആൾ വാക്കുകൊണ്ട് പറഞ്ഞു അത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞിട്ട് അത് വഖഫാകുക. ഇങ്ങനെ വഖഫ് ഒരു നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ പിന്നീട് തെളിയിക്കേണ്ട ബാധ്യത അവിടെ താമസിക്കുന്നവൻ്റെയും അവിടുത്തെ ഉടമസ്ഥവൻ്റെയും ആകുക. ഇങ്ങനത്തെ നിയമങ്ങൾ പറ്റില്ല എന്നേ, അതാണെന്ന് ഈ കാടൻ നിയമം. ആ നിയമത്തോടുള്ള എല്ലാവർക്കും എതിർപ്പ്. ഇവിടുത്തെ KCBC ഞങ്ങളുടെ ഘടകകക്ഷിയാണോ? CBCI ഞങ്ങളുടെ ഘടകകക്ഷിയാണോ? ഇവരെല്ലാം പറയുന്നത് ഈ മുനമ്പവുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ. നിങ്ങളുടെ മുന്നിൽ ഉത്തമ ഉദാഹരണമാണല്ലോ മുനമ്പം. ഇതെന്താ ഈ മുനമ്പം പറയുമ്പോൾ തന്നെ അത് നിസാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വന്നൊരു വിഷയമല്ലേ? അതിനെ ഈ വഖഫ് ഭേദഗതി നിയമത്തിന്റെ ആകെ മൊത്തത്തിലുള്ള ഒരു ഔട്ട്കമായി പറയാൻ സാധിക്കുമോ? അത് ഈ നിസാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സെക്ഷൻ 40 വന്നതുകൊണ്ടാണ് ഇത് വന്നത്. നോട്ടീസ് കൊടുക്കുക, വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, അവരും ഒന്ന് തെളിയിക്കട്ടെ. ഇതൊന്നും ഈ നാട്ടിൽ നടക്കില്ല. ഈ നാട്ടിൽ ഇതെല്ലാം കാട നിയമങ്ങളാണ്. ഒരു കക്ഷികൾ അവരുടെ തെരഞ്ഞെടുപ്പിന് വേണ്ടി, വോട്ട് ബാങ്കിന് വേണ്ടി, ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടി ഒരു നിയമം കൊണ്ടുവന്ന് ഇറക്കുന്ന സമയത്ത് ആ നിയമം കാലാകാലം ഇതെല്ലാവരും അനുസരിക്കണം എന്ന് പറയുന്നതിൽ എന്താ കാര്യമുള്ളത്? അതുകൊണ്ടാണ് പറഞ്ഞത് കാടൻ നിയമമാണ്. കാടൻ നിയമങ്ങൾ പ്രാവർത്തികമാക്കപ്പെടുന്നത് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമാണ് നമ്മൾ കണ്ടുവരുന്നത്. ശരി, വാദത്തിന് വേണ്ടി കാടൻ നിയമം എന്നൊരു ന്യായവാദത്തെ ന്യായത്തിന് വേണ്ടി ഒരു വാദത്തിന് വേണ്ടി ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അംഗീകരിച്ചാൽ ഒരു മറു ചോദ്യമുള്ളത്, ഒരു മുസ്ലിം MP പോലും, താങ്കൾ പറഞ്ഞല്ലോ ഇത് ജനാധിപത്യ രാജ്യമാണ്, എല്ലാ വിഭാഗക്കാരുടെയും പ്രതിനിധിയാണല്ലോ സർക്കാർ ഇവിടുത്തെ എന്ന് പറയുന്നത്, ഒരു മുസ്ലിം MP പോലും ഇല്ലാത്ത BJP ആണ് ഈ നടപടി കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഇതിന്റെ സംശയം. RSS എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ ഐഡിയോളജി അത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ മേൽ നടപ്പിലാക്കുകയല്ലേ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? അല്ല, മുസ്ലിം MP മുസ്ലിം മന്ത്രിയൊക്കെ വരാലോ, ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നതാണ്. എന്തുകൊണ്ട് വരുന്നില്ല? കോൺഗ്രസിൽ നിന്ന് ജയിച്ച എല്ലാ എന്തുകൊണ്ട് BJPയിൽ ഒരു മുസ്ലിം പാർലമെന്റ് അംഗമില്ല? ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ലോ. അല്ല, മുസ്ലിം പാർലമെന്റ് അംഗങ്ങൾ അവിടെയുണ്ട്. അവർ BJPയുമായി സഹകരിക്കാത്തതുകൊണ്ടാണ്. ലീഗ് പോരട്ടെ, നമുക്ക് നോക്കാലോ. BJPക്ക് ജയിപ്പിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. ഉത്തരേന്ത്യയിൽ ആകെ മേലോട്ടമുള്ളതാണല്ലോ. BJPക്ക് ജയിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്ന സ്ഥാനാർത്ഥിയെ തോപ്പിച്ചിട്ട് ഈ ചർച്ച പറയുന്ന ഈ കേരളത്തിലിരുന്ന് ഞങ്ങൾ നിർത്തിയ മുസ്ലിം സ്ഥാനാർത്ഥികളെ എല്ലാവരെയും തോപ്പിച്ചിട്ട് ഇതില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കാകെ ഒറ്റ മറുപടി ഉള്ളൂ, ജയിച്ച MP പോരട്ടെ, ഞങ്ങൾ കൂടെ കൂട്ടാം. അങ്ങനെയെങ്കിലും ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ഈ CBCI KCBC പറഞ്ഞ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, മണിപ്പൂരിൽ എന്താണ് സംഭവിച്ചത് ജിജി ജോസഫ്? ന്യൂനപക്ഷങ്ങളുടെ കാര്യമാണ് പറയുന്നത്, വഖഫുമായി ബന്ധമില്ല. മണിപ്പൂരിൽ എന്താണ് സംഭവിച്ചത്? അല്ല, മണിപ്പൂരിൽ നിങ്ങൾ എപ്പോഴും ഇത് വളരെ തന്ത്രപരമായിട്ട് ഈ മങ്കി ബാലൻസിങ് എന്ന് പറയും. അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായി, ഉടനെ തന്നെ ഇപ്പുറത്തെ ഒരു ഇഷ്യൂ വെച്ച് ബാലൻസ് ചെയ്യാൻ നിൽക്കും. ഞാൻ ചോദിക്കുന്നത്, മണിപ്പൂർ ഇഷ്യൂ BJP അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രം ഉണ്ടായതാണോ? ബീരൻ സിംഗിന് അതിന്റെ പേരിൽ രാജിവെക്കേണ്ടി വന്നല്ലോ. അതിനേക്കാൾ വലിയ ഉദാഹരണം കോൺഗ്രസ് അധികാരത്തിൽ ഉണ്ടായിരുന്നപ്പോഴും ഉണ്ടായിരുന്നില്ലേ? ബീരൻ സിംഗിന് അതിന്റെ പേരിൽ രാജിവെക്കേണ്ടി വന്നു. സമ്മതിച്ചു. പരസ്യമായ കലാപം ഉണ്ടായിരുന്നു കോൺഗ്രസ് അധികാരത്തിലുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് 2 MP ഉണ്ടായിട്ടുള്ളൂ? അത് രണ്ടുപേരും കോൺഗ്രസ്സുകാരാണ്. ഞാൻ പറയട്ടെ, കോൺഗ്രസിന്റെ കാലത്ത് ഇതുപോലെ അക്രമ സംഭവം ഉണ്ടായ സമയത്ത് കോൺഗ്രസ് പാർലമെന്റിൽ ചർച്ചയ്ക്കെടുത്തില്ല. എൻ്റെ ചേംബറിലേക്ക് വരെ വേണമെങ്കിൽ ചർച്ച ചെയ്യാന്ന് പറഞ്ഞു. അതുപോലെ കോൺഗ്രസിന്റെ ആളുകൾ അവിടെ കലാപം നടന്ന സമയത്ത് ആരും രാജിവെക്കാനും പോയില്ല. 4 പ്രാവശ്യം സെപ്റ്റംബറിൽ 1.5 വർഷം നീണ്ടു നിൽക്കുന്ന കലാപം ഉണ്ടായിട്ടുണ്ട്. അതെന്താ BJP അന്ന് അധികാരത്തിൽ വന്ന് BJP അവിടെ പ്രശ്നം ഉണ്ടാക്കിയതാണോ? അല്ലല്ലോ, നിങ്ങൾക്കറിയാലോ. ഇത് മറച്ചു വെച്ചുകൊണ്ട് പറയുന്നതുകൊണ്ടല്ലേ മാധ്യമങ്ങളെ ഞങ്ങൾ പലപ്പോഴും വിമർശിക്കുന്നത്. ഓക്കെ ജിജി ജോസഫ്, ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്, അവസാനമായി ഒരൊറ്റ കാര്യം കൂടി. അതായത് ഈ നിയമം ഒരു തരത്തിലും മുസ്ലിം ആരാധനാ സ്വാതന്ത്ര്യത്തിന് മുകളിലോ അല്ലെങ്കിൽ ആരാധനാലയങ്ങളുടെ മുകളിലോ കടന്നു കയറില്ല എന്ന് ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു ബിൽ അവതരണത്തിൽ പറഞ്ഞു. പക്ഷേ വഖഫ് സ്വത്ത് എന്ന് പറയുന്നതിന് അതിനൊരു ആധ്യാത്മിക തലമുണ്ട്, ഒരു ആത്മീയ തലം കൂടിയുണ്ട്. പ്രാർത്ഥനയോടെ അള്ളാഹുവിന് വേണ്ടി നൽകുന്ന ഭൂമി എന്നാണ് വഖഫിനെ നിർവചിക്കുന്നത് തന്നെ, സ്ഥിരമായി നൽകുന്ന ഭൂമി എന്നുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ അത് മുസ്ലിമിൻ്റെ ആരാധനാ സ്വാതന്ത്ര്യത്തിന് മുകളിലുള്ള കടന്നുകയറ്റമല്ലേ? അതിനെങ്ങനെ വിശദീകരിക്കാം? ഈ വഖഫ് വഴി കിട്ടിയിരിക്കുന്ന സ്വത്തുകളിൽ ഏതാണ്ട് ഭൂരിഭാഗം സ്വത്തും പല ആളുകളായിട്ട് കയ്യേറിയിട്ട് ഇരിക്കുകയാണ്. നിലവിൽ ആ സ്വത്തുകളൊക്കെ പലതും അന്യാധീനപ്പെട്ട് കഴിഞ്ഞു.
അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കുമ്പോഴാണ് അറിയുന്നത് ഇത് മുസ്ലിം ജനവിഭാഗത്തിലെ മേലാളന്മാർക്ക് പണക്കാർ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു രാഷ്ട്രീയക്കാരും പണക്കാരും കൂടി കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയായി മാറ്റപ്പെട്ടു. ഇത് ആരാധനയുമായും അവരുടെ വിശ്വാസ പ്രമാണങ്ങളുമായും ഒരു ബന്ധമില്ലാതെ ഒരു സേവന പ്രവർത്തനത്തിൻ്റെ ഭൂമിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളോ കൈകാര്യം ചെയ്യുന്നതിന് മാത്രമാണ് വഖഫ് ബോർഡ്. അല്ല, വഖഫ് ബോർഡ് ഇവിടുത്തെ എത്ര നേരം നമസ്കരിക്കണം, എങ്ങോട്ട് തിരിഞ്ഞ് നിന്നാണ് നമസ്കരിക്കേണ്ടത്, ഇതിനെക്കുറിച്ചുള്ള ചർച്ച നടത്തുന്നത് അല്ലെങ്കിൽ അത് അങ്ങനത്തെ ഒരു കക്ഷി അല്ലെന്നേ വഖഫ് ബോർഡ്. വഖഫ് ബോർഡ് സ്വത്ത് കൈകാര്യം ചെയ്യുന്നതാണ്. അവിടെ പ്രശ്നമുണ്ട്. അതാണല്ലോ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്. 12,000 രൂപയ്ക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു മാസത്തേക്ക് വാടകയ്ക്ക് കൊടുത്താൽ അതെന്തൊരു തട്ടിപ്പാ. ഇങ്ങനെ എത്ര പേര് സ്ഥലങ്ങൾ 15 ഏക്കർ ഇതുപോലത്തെ സ്ഥലങ്ങൾ ലീസിന് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാത്തിനും തട്ടിപ്പുണ്ട്. ഇത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തിൽ, മുസ്ലിം ജനവിഭാഗത്തിൻ്റെ വിശ്വാസത്തിൽ ഒരു രീതിയിലും ഞങ്ങൾ കൈകടത്തില്ല എന്ന് കിരൺ റിജിജു പറയാനുള്ള കാരണം. ഓക്കെ, വളരെ നന്ദി ശ്രീ ജിജി ജോസഫ്, ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ, BJP നേതാവ്. ഈ ഘട്ടത്തിൽ ഞങ്ങളോട് ഇക്കാര്യത്തിൽ BJPയുടെ സ്റ്റാൻഡ് വളരെ കൃത്യമായി വ്യക്തമാക്കിയതിന്